എൻ്റെ കൂട്ടുകാരൻ അവിടെ ചേർന്ന് ഞാൻ ഷൂട്ടുണ്ട് വന്നതാണ്. പക്ഷേ ഷൂട്ടിൻ്റെ കഷ്ടപ്പാട് മനസ്സിലായോ? ഇതാ പുള്ളിയൊക്കെ ഇവിടെ നിന്ന് പുള്ളിയൊക്കെ ദിവസം പോകണവരാ. പുള്ളി അവിടെ ചവിട്ടാതെ പുള്ളി ജമ്പ് ചെയ്തില്ല. പുള്ളി നമുക്കിങ്ങനെ വഴി കാണിച്ചു. നമ്മൾ ഒരു കടയിൽ നിന്ന് ചായ പിടിച്ചതുകൊണ്ട് എന്തെല്ലാം ഹെൽപ്പ് അത് നല്ല വളരെ അടിപൊളി ചായ. പുള്ളി നമ്മളോട് പറഞ്ഞു പോകാനുള്ള വഴി കാണിച്ചു തരാം. അതായത് വഴിയൊന്നും നമുക്ക് ഇവിടെ അതപ്പോൾ എനിക്ക് തന്നെ സംശയം. ലാൻഡ് സ്ലൈഡ് ഒക്കെ പോവാത്താ വാല അച്ഛാ ഇത് ഒരാഴ്ച മുമ്പ് ലാൻഡ് സ്ലൈഡ് ആയതാണ്. अच्छा मतलब कोई दिक्कत तो नहीं पड़ा ना? ഇത് ഒരാഴ്ച മുമ്പ് ലാൻഡ് സ്ലൈഡ് ആണ്. പാവം ഇവരെയൊക്കെ അവസ്ഥ സമ്മതിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാർ, ഭാഗ്യം ചെയ്തവർ. ഇതൊക്കെയാണ് ജീവിതം. കണ്ടോ ഇവിടെ ആരൊക്കെയെങ്കിലും നിങ്ങളുണ്ടോ? കനവുണ്ടോ? ആ പുള്ളിയെ കണ്ടോ? ഇതാ നോക്കൂ. നമ്മളിത് ആ വഴി ഇങ്ങനെ കറങ്ങുക, മേളിൽ കാണുന്ന വഴി ഇങ്ങനെയാണ് വന്നത്. ഉണ്ടോ അവിടെ ഒരാളേക്ക് അയാളെ നമ്മൾ വഴി ചോദിച്ചത്. നമ്മളിപ്പോൾ വന്ന സ്ഥലങ്ങളെല്ലാം മഞ്ഞ് കയറി. ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. ഈ വീഡിയോ ഡയറക്റ്റ് ഇടും. ഓക്കെ ദാ ഇതിവിടെ ഒരു കട क्या दुकान है क्या? मैगी टी सब मिलेगा? मतलब अभी नहीं है. अच्छा लोग नहीं आ रहे, बारिश के लोग नहीं आ रहे. അതായത് ഇവിടെ മഴയില്ലാത്തപ്പോൾ ആളുകൾ ഒരുപാട് വരും. ഇപ്പോൾ അതങ്ങനെ ഈ കടയുണ്ടെന്നാണ് തോന്നുന്നത്. अच्छा പുള്ളി മേലോട്ട് പോകണമെന്ന്. आपका घर ऊपर है क्या? अच्छा ऊपर है. बढ़िया. थैंक यू भाई. नाम क्या है आपका? ലത്തീഫ്. ഈ പുള്ളിയുടെ പേര് ലത്തീഫ് എന്നാണ്. ലത്തീഫ് നേരെ തന്നെ പോയത്. താങ്ക് യു ബൈ. വെൽത്താം. ദാ പുള്ളിക്ക് മേലോട്ട് പോകണം. ദാ പുള്ളി പോണ വഴി കണ്ടോ? പുള്ളി ഇങ്ങനെ കയറി പോവേ. ചെറു നമ്മൾ ഇവരെയൊക്കെ ഒരു അവസ്ഥ. നമ്മളിതാ ഇങ്ങനെ ഈ വഴി കൂടെ ഇങ്ങനെ പോവുക. ഇനിയൊരു 1 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ക്ഷീണമൊന്നും അറിയത്തില്ല. പക്ഷേ നല്ല ഗ്രിപ്പുള്ള ഞാൻ ചെരുപ്പാണ് ഇട്ടുന്നത്. ഷൂ ആയാലും കുഴപ്പമില്ല. ഗ്രിപ്പുള്ള ചെരുപ്പ് വേണം. ഷൂ ആയാലും ഗ്രിപ്പായാലും ഉള്ളത് വേണം. അല്ലെങ്കിൽ ഇതൊക്കെ സീസൺ ആകുമ്പോൾ, ഇപ്പോൾ സീസണല്ല മഴ ആയതുകൊണ്ട്, സീസൺ ആകുമ്പോൾ കട വേണ്ടേ. മാഗി, ടീ, കലാടി, പക്കോട, സമോസ, പറാട്ട. ഈ കലാടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനത് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ പറയാം. ഇനി ഒരു ദിവസം കഴിച്ചിട്ട് പറയാം. അതുകൊണ്ട് നമ്മൾ വന്ന വഴികളാണ്. അതാ ഇപ്പം മഞ്ഞ് മാറി. ഇവിടെ മിനിറ്റിനാണ് മഞ്ഞ് മാറുന്നതും ഫോഗ് മാറുന്നതെല്ലാം. ഓക്കെ ആ മേളിലൊരു വീടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വീട് അതായിരിക്കും. കണ്ടോ അതോ ഇവിടെയൊക്കെ ഇത്ര ഈ വീടൊക്കെ ഇവിടെ എങ്ങനെ വച്ചെന്ന്, എന്ത് സാധനങ്ങൾ ചുമന്നുകൊണ്ട് എങ്ങനെ കൊണ്ട് വച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദൈവമേ ഹൈ കൈസ സാമാൻ ലെക്കെ ആക്കി ബനായ ഹുവാ ഗർ കിത്തന മുഷ്കിൽ സേ, അതായത് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത്രയും പാടുപെട്ട് വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന. അതോ ലാൻഡ് സ്ലൈഡ് വരാം, എപ്പോഴും ലാൻഡ് സ്ലൈഡ് വരാം. ये कौन सा है भाई? ये तो अदरक है ना? ये कौन सा है? ये जो हाँ यही तो भुट्टा है. भुट्टा मतलब स्वीट कॉर्न. നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് അറിഞ്ഞുകൂടാ ഭുട്ട. നമ്മുടെ നാട്ടിലെ കണ്ടിട്ട് മറ്റേ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി കണക്കെ ഉണ്ട്. ഇഞ്ചി മഞ്ഞളോ അങ്ങനെയുണ്ട്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഓരോരോ വീഡിയോകളായി പോവുകയാണ്. നോക്കാം, ഞാൻ ഇന്ന് പഠിക്കാം. ഇന്ന് തന്നെ പഠിച്ചിട്ട് എല്ലാ വീഡിയോകളും ചേർത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇതൊക്കെയാണ് വഴി. നമ്മളവിടെ ചെന്നാൽ ഞാൻ ഒരാളെ ചോദിച്ച് ബൈക്ക് പോകുന്നു. പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞാൻ ചോദിച്ചാൽ ബൈക്ക് പോകുന്നത്. ബൈക്ക് താഴെ നിങ്ങൾ എവിടെ പോകണം? ഞാൻ പറഞ്ഞു ബൈക്കിൽ പോകണം. നിങ്ങളല്ലേ പറഞ്ഞാൽ പോകുന്നത്? അതല്ല, ബൈക്ക് പോകുന്നല്ല പറഞ്ഞത്, നിങ്ങൾ പോകുന്നതാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെയുള്ള വഴികളിലൂടെയാണ് വന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീ അവരെ പശുവിനുള്ള ഇതും കൊണ്ട് പോകണമുണ്ടോ? കണ്ടോ? സമ്മതിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് നടന്നിറങ്ങാൻ പാടുവിട്ടു. അവർ തലയിൽ ചുമടുമായിട്ട് നടന്നു പോകുന്നു. ആ മല കയറി ഇവിടെ നിന്ന് പുല്ലൊടിച്ച് ഇവരുടെ കൃഷി ചെയ്യുന്നത് പശുവിനൊക്കെ കൊടുക്കാൻ തന്നെയാണ്. ഓക്കെ ഇതാണ് പൈപ്പ് വെള്ളം. ഇത് കറണ്ട് ലൈൻ അല്ലല്ലോ. ഇത് വെള്ളം കൊണ്ടുപോകാൻ. ഇതാണ്ട് ഈ ലൈൻ കണ്ടോ? ഇത് വെള്ളം കൊണ്ടുപോകാനാണ്. അഥവാ വല്ല വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഈ കയറ് കെട്ടിയിരിക്കുന്ന കയറുടെ സപ്പോർട്ട് ഉണ്ടാവും. വെള്ളം പൊട്ടിപ്പോയാൽ വെള്ളം തീർന്നു. വെള്ളം കൊണ്ടുപോകണ വഴിയുണ്ട്. ഈ മലയിൽ നിന്ന് വെള്ളം കൊണ്ട് ഇങ്ങോട്ട് പോകുക. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ വഴിയൊക്കെ അങ്ങനെ വളരെ വളരെ അതിസുന്ദരം. അവിടെയും വീടുണ്ട്. ദൈവമേ എനിക്ക് വയ്യ. ഞാൻ മേളിൽ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു
ഇവിടെ താഴേക്ക് വിടേണ്ടവരൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ ദേവീപിണ്ടിയുടെ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണുന്നു. എനിക്ക് തോന്നുന്നു അതാണെന്ന്. നിങ്ങൾ കണ്ടോളൂ. 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 അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വളരെ ഒഴുക്ക് കൂടുതലാണ്. നമുക്ക് ആ താഴെയാണ് പോകാനുള്ളത്. പോയിനാ ഇതാ നോക്കിക്കോളൂ. കണ്ടോളൂ. ഇതാണ് നമ്മൾ പറയുന്നത് അമ്പലമല്ല. അമ്പലം ഇവിടെ നിന്ന് വീണ്ടും 1 കിലോമീറ്റർ ഇവിടെ പോകണം. ഇത് ഇവിടുത്തെ ആ ദേവീപിണ്ടിയുടെ തന്നെ കുളിക്കുന്ന സ്ഥലം. ദേവീപിണ്ടി ബാത്ത് എന്ന് പറയും. ദേവീപിണ്ടി देखो ഇതൊക്കെയാണ് ദൈവമേ സുന്ദരം. ഇത് മഴയായതുകൊണ്ടാണ് ഇത്രയും. മഴയായതുകൊണ്ട് ആരുമില്ല. കണ്ടോളൂ. ഇതൊക്കെയാണ് ലോകം. അല്ല നമ്മളെന്നൊന്നും അല്ലേ. വെള്ളം വരുന്ന വഴികളൊക്കെ ഉണ്ടോ? വെള്ളം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ വഴി കണ്ടോ, നേരെ താഴെ പോവും. അതുകൊണ്ട് വളരെ റിസ്ക് എടുക്കണം. ഫോൺ में आराम से बात करना, रास्ता देख के भाई. ഫോൺ में लगना नहीं. ഇത് കണ്ടോ, മഴ പെയ്താൽ റിസ്ക്കാണ്. മഴ പെയ്യാതിരിക്കാൻ മേലിലുള്ളവൻ സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു തിരിച്ചു പോകുമ്പോൾ. അതായത് എങ്ങനെ മഴ പെയ്താൽ കയറും, തെറ്റലാവും. കണ്ടോ കണ്ടോ. കുളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ നിന്ന് തോർത്തും അതൊക്കെ എടുത്താണ് വന്നത്. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവസ്ഥ കണ്ടിട്ട്. നോക്കൂ. നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ വഴി, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നത്. ഇച്ചിരി റിസ്ക് ആയിരുന്നു. യഥാർത്ഥ വഴി ഇതുവഴി ഇങ്ങനെ കണ്ടോ, ഈ 2 വഴി ഇങ്ങനെ വന്ന് കയറുന്നു. നമ്മൾ താഴെ കൂടെ വന്നു, മേലിൽ കൂടെയുള്ള വഴി. അപ്പോൾ ഇതായിരുന്നു ഷോർട്ട് കട്ട്. ആ പയ്യൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എത്തി. ഓക്കെ. അത് ശരിയാണ്. ഷോർട്ട് കട്ട് അത് നമുക്ക് ഇച്ചിരി റിസ്ക്കാണ്, അവരൊക്കെ റിസ്ക് അല്ല. അതാണ് അവർ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ അതൊന്നും പോയിട്ടില്ലല്ലോ സ്ഥലങ്ങളിലൊന്നും. നോക്കിക്കോളൂ. ജമ്മു കാശ്മീരിൽ മഞ്ഞ് മാത്രമല്ല, കാടും മലയും എല്ലാം ഉണ്ട്. കടൽ മാത്രമില്ല. നമ്മുടെ നാട്ടിൽ ഇത് ഏതാണ്, മഞ്ഞല്ലല്ലോ, മഞ്ഞുണ്ട്, ഐസില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ജമ്മു കാശ്മീരിലാണെങ്കിൽ കടലില്ല, ബാക്കിയെല്ലാം ഉണ്ട്. മഞ്ഞ്, മഴ, മല, കാറ്റ്. ഈ റോഡിൽ കൂടെ ഇതിലേ കൂടെ ഞാൻ പോകുന്നില്ല. അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ കാലൊന്ന് തെറ്റിയാൽ അപ്പുറത്ത് പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോവാം വിചാരിച്ചു. വഴിയുണ്ടോ? ഓക്കെ. അവിടെയും വീട്. ഇവിടെയൊക്കെ റിസ്ക് എടുത്ത് ജീവിക്കാൻ സമ്മതിക്കണം കേട്ടോ. ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞ് മേലോട്ട് ഒഴിക്കും. ഇവിടെയും വീടുണ്ട്. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത്തുകൾ കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് നോക്കിക്കോളൂ. ഇവിടെയും വീടുണ്ട്. ഇവരൊക്കെ എത്ര ദൂരെ ദൈവമേ. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ നടക്കുന്നു. 2 കിലോമീറ്റർ വെച്ചാൽ വെറുതെ നടക്കുകയാണ്. ഈ മലയും കുന്നും എല്ലാം കയറി സമ്മതിക്കണം കേട്ടോ. ശരി. അവിടെയും വീട്. അവിടെയുള്ള രസം. ഇവിടെ ആട്, ചെമ്മരിയാടും. ഇവിടെയുള്ള ആടുകളൊക്കെ ഇങ്ങനെ കേട്ടോ. ഇവരൊക്കെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാണ്ട് പ്രകൃതിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ. ഇവിടെ എന്താ കൊളയട്ടേറെ ശല്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ നടക്കുന്നു. നോക്കോളൂ.